ഹലോ, വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ്. ക്ലാസ്സിൽ പോയി ഉറക്കം തൂങ്ങി അങ്ങനെ വൈകിട്ട് വീട്ടിൽ വെറുതെ ചൊറിയും കുത്തിയിരുന്നപ്പോൾ ഒന്ന് കണ്ണൂരിലേക്ക് വിട്ടാലോ എന്ന് തീരുമാനിച്ച്. പിറ്റേന്ന് നേരം പരപരാ വെളുക്കുമ്പോൾ ഞാൻ എത്തി മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ. കൈൻഡ്ലി മെയിൻറ്റെയിൻ മിനിമം ബാലൻസ് എന്ന ബാങ്കിൻ്റെ മെസ്സേജ് വരുന്ന ഞാൻ എങ്ങനെ വന്ദേ ഭാരതിലേക്ക് കയറും? നമുക്ക് പറ്റിയത് പഴയ തീവണ്ടി തന്നെ. ട്രെയിൻ കണ്ടത് പണ്ട് നാട് വിട്ടുപോയ അമ്മാവനെ ഒന്ന് ഓർത്തുപോയി. അവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തീവണ്ടിയേറി. പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി വഴക്കൊണ്ടാക്കി സൈഡ് സീറ്റ് വാങ്ങിച്ച്. ആഹാ, ഇപ്പോൾ മനസ്സിന് എന്തൊരാശ്വാസം. അങ്ങനെ എല്ലാ ചായ ദൈവങ്ങളെ മനസ്സിലൊന്ന് ഓർത്തുകൊണ്ട് ചായച്ചേട്ടൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ചായയില്ല മോളെ, കോഫിയുള്ളൂ എന്ന് പറഞ്ഞ്. എന്നാൽ കിട്ടിയതാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കോഫി കുടിച്ച് ചെറുതായിട്ടൊന്ന് മയങ്ങി എണീച്ചപ്പോൾ ഞാനിതാ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഫൈനലി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എനിക്കൊരു ചായ കിട്ടി. ഡിക്കോക്ഷൻ ചായയായിരുന്നത്. ട്രെയിനിൽ കയറി അപ്പം തൊട്ട് കുടിക്കണം തോന്നിയതായിരുന്നു ഒരു ചായ. അയ്യോ, കുടിച്ചപ്പോൾ വെറും ഊളച്ചായയായിരുന്നു. വായി വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ അച്ഛനെ പുറകിൽ നിന്നുകൊണ്ട് എക്സ്പ്രഷൻ ഇടുമോളെ, എക്സ്പ്രഷൻ ഇടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടത്. വാട്ടച്ചായനെ വാട്ടേ ചായ എന്ന് പറഞ്ഞ് കുടിക്കേണ്ട അവസ്ഥയായിപ്പോയി എനിക്ക്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ഇറങ്ങി ടൗണിലെത്തി ബസ്സൊക്കെ പിടിച്ച് ടിക്കറ്റൊക്കെ വാങ്ങി. പിന്നെ പണ്ടേ സൈഡ് സീറ്റ് എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ബസ്സിലും സൈഡ് സീറ്റിൽ തന്നെ കയറിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ചൂണ്ടയിടാനൊരാഗ്രഹം തോന്നി. അപ്പോൾ തന്നെ അഭിനന്ദേട്ടനോട് പറഞ്ഞു, പാവം ചേട്ടൻ എത്ര ദൂരെയൊക്കെ പോയി എന്നൊന്നും അറിയില്ല, പക്ഷെ തിരിച്ചു വന്നപ്പോൾ കയ്യിൽ ചൂണ്ടയൊക്കെ ഉണ്ടായിരുന്നു. ചൂണ്ടയെടുത്ത് വെള്ളത്തിലിട്ട് ഇട്ടതേ മീനൊക്കെ തേരാ പാരാന്ന് പറഞ്ഞുകൊണ്ട് ഓടി. എനിക്ക് മാത്രം ഒരു മീൻ പോലും കിട്ടിയില്ല. ഞാൻ സ്വന്തം തന്നെ അയ്യേ ചമ്മിപ്പോയി എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വന്ന്. അപ്പോഴാണ് കൺമുമ്പിൽ ഒരു റേഡിയോ പ്രത്യക്ഷപ്പെട്ടത്. സംഗീതം തീർത്ത ബാബുരാജ് എന്ന ബാബുക. ഇങ്ങനത്തെ ഒരു വർക്കിംഗ് റേഡിയോ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും കാണാനുണ്ടാവില്ല. എല്ലാം കഴിഞ്ഞ് പണ്ട് മമ്മൂക്ക പറഞ്ഞ പോലെ ചില്ലിട്ട് വെക്കാൻ വേണ്ടി ഒരു പടം പിടിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ തട്ടകത്തേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നട്ടുച്ചയ്ക്കിപ്പോൾ ഒരു വെയിലത്ത് വിശന്ന് വലഞ്ഞു വന്നപ്പോൾ കണ്ണി കണ്ടതാണ് ഈ പൊറോട്ട. ഈ പൊറോട്ട തിന്നണമെങ്കിൽ 4 കൈകൾ വേണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കി. ഞാനൊരു ഓട്ടോ പിടിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. കാലം പോയ ഒരു പോക്കേ. ATM ഉണ്ട്, ഇപ്പോൾ ഒരു ATVM ആയി. തിരിച്ച് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ഓടുന്ന എസ്കാലേറ്ററിന് 1 മുഴം മുമ്പേ എന്ന് പറഞ്ഞ പോലെ ഞാനതിൻ്റെ മേളിൽ കൂടെ നടന്നു വന്ന്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് സ്പ്രൈറ്റൊക്കെ കുടിച്ച് കണ്ണൂരിലേക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി.